ആത്മകഥകൾ എല്ലാ കാലത്തും കേരള രാഷ്ട്രീയത്തിൽ തുറന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിത്തിരിവുകൾക്കും വഴിവെക്കാറുണ്ട്. ഇപ്പോൾ ഇതാ പുതിയൊരു ആത്മകഥ ചർച്ചയാവുകയാണ്. ഇതാണ് എൻ്റെ ജീവിതമെന്ന ഇ.പി. ജയരാജന്റെ മുതിർന്ന CPM നേതാവിന്റെ മുൻ മന്ത്രിയുടെ ആത്മകഥ വലിയ ചർച്ചകൾക്ക് തന്നെ CPM-ൽ വഴിവെച്ചിരിക്കുകയാണ്. CPM-നുള്ളിൽ കഴിഞ്ഞ കുറേ നാളായി ഉരുണ്ടുകൂടിയിരിക്കുന്ന കാർമേഘങ്ങൾ കുറെ കൂടി ശക്തമാകാനും അതിശക്തമായി തന്നെ ചിലപ്പോൾ പെയ്തൊഴിയാനും ചിലപ്പോൾ ഇനിയും ഘനീഭവിക്കാനുമുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഏതായാലും ഇ.പി. ജയരാജന്റെ ഇതാണ് എൻ്റെ ജീവിതമെന്ന ആത്മകഥ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ആത്മകഥ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ CPM-ൽ വലിയ അമർഷം തന്നെ പുകയുന്നുണ്ട്. മുൻപ് പി ജയരാജന്റെ ആത്മകഥയുടെ പ്രകാശന ചടങ്ങിൽ ഇ.പി. ജയരാജൻ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഇ.പി. ജയരാജന്റെ ആത്മകഥ പ്രകാശന ചടങ്ങിൽ നിന്നും പി ജയരാജൻ മാറി നിന്നതും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അസാന്നിധ്യവും ഒക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഏതായാലും പാർട്ടി മൂടിവെച്ച പല കാര്യങ്ങളും പല വിവാദങ്ങളും ആത്മകഥയിലൂടെ ഇ.പി. ജയരാജൻ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ CPM-നെ ചോദ്യമുനയിലാക്കിയിരിക്കുന്നത്. ഏതായാലും സംഘടനയ്ക്കുള്ളിൽ പി ജയരാജൻ ഇ.പി. ജയരാജനെതിരെ പലപ്പോഴായി നടത്തിയ ആരോപണങ്ങൾ, ഉയർത്തിയ വിമർശനങ്ങൾ അതൊക്കെ തുറന്ന് എഴുതിയതിലടക്കമാണ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ അമർഷം പുകയുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതായാലും CPM-ൽ സംഘടനാപരമായ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ സാധാരണ നേതാക്കളൊന്നും അക്കാര്യം പുറത്തു പറയാറില്ല. പക്ഷേ ഇവിടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമാണെന്ന് അതിനെയൊക്കെ തള്ളിപ്പറയുന്ന CPM നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി ഇ.പി. ജയരാജൻ പലതും തുറന്നെഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ CPM-നെ പോലും ചോദ്യത്തിലാക്കിയിരിക്കുന്നത്. പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്നും ബന്ധപ്പെട്ട ആളുകൾ വ്യക്തത വരുത്തിയിരുന്നുവെങ്കിൽ തനിക്കെതിരായ ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്നും ഇ.പി. ജയരാജൻ ആത്മകഥയിൽ തുറന്നെഴുതിയിരിക്കുകയാണ്. അതായത് ആത്മകഥ തുറന്നെഴുതുമ്പോൾ, ആത്മകഥയിലൂടെ പലത് വെട്ടിത്തുറന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ പലരും പലതിനെയും നിയന്ത്രിച്ചില്ല, തനിക്ക് നേരെയുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും തുടരാൻ പലരും മൗനാനുവാദം നൽകിയോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇ.പി. ജയരാജൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും P.K. കുഞ്ഞാലിക്കുട്ടിയും ശ്രീധരൻപിള്ള അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പലരെയും ക്ഷണിച്ചില്ല, ക്ഷണിച്ചവർ പലരും വന്നില്ല. ഏതായാലും CPM-നുള്ളിൽ ഈ വിഷയത്തിൽ അമർഷം പുകയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.